ഇതാണ് എൻ്റെ കോവയ്ക്ക ചമ്മന്തി. തേങ്ങയില്ല, ആന്ധ്ര സ്റ്റൈലിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പരിപ്പ്, കടലപ്പരിപ്പോ ഉഴുന്നുപരിപ്പോ, അതും ആവശ്യത്തിനുള്ള ചുവന്ന മുളകും എണ്ണ ഒഴിക്കാണ്ട് ചൂടാക്കി എടുക്കണം. പിന്നെ ആ ചട്ടിയിൽ തന്നെ എണ്ണ ചൂടാക്കി അതിലോട്ട് വെളുത്തുള്ളി, ചെറിയുള്ളി, കരിവേപ്പില ഇട്ട് വഴറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് നല്ല ബ്രൗൺ കളർ ആവണ വരെ വഴറ്റി മാറ്റി വയ്ക്കണം. എൻ്റെ വീട്ടിൽ കോവയ്ക്ക എല്ലാവർക്കും ഇഷ്ടമല്ല. എൻ്റെ മകൾക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ അച്ഛന് കാശിയിൽ പോയപ്പോൾ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച ഒരു പച്ചക്കറി കോവയ്ക്കയാണ്. ഇനി ഇതിൽ വേണ്ട വേറെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് മല്ലിയില, പച്ചമുളക്, പുളി, ഉപ്പ്. കോവയ്ക്ക നല്ല ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയാലേ അതിൻ്റെ പച്ച ടേസ്റ്റ് പോവുള്ളൂ. എന്നിട്ട് തന്നെ എൻ്റെ മോൾ ഇത് കോവയ്ക്ക ചമ്മന്തിയാണെന്ന് കണ്ടുപിടിച്ചു. ഈ കോവയ്ക്ക നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടായിട്ടുള്ള കോവയ്ക്ക മിക്സിൻ്റെ അകത്ത് ഇട്ടാൽ മിക്സി ചീത്തയായി പോകും. ആദ്യം നമുക്ക് ഈ പരിപ്പും ചുവന്ന മുളകും ഉപ്പും പുളിയും കൂടി വെള്ളമൊഴിക്കാണ്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയിലയും പച്ചമുളകും വഴറ്റി വെച്ചിരിക്കണ കോവയ്ക്ക ഇട്ട് ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് കട്ടി ചമ്മന്തിയായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാനിതിൽ ഉഴുന്ന് പരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പ് ഉപയോഗിക്കാം കേട്ടോ. വേണമെങ്കിൽ ഇതിൽ കടുകും ചുവന്നമുളകും കറിവേപ്പിലൊക്കെ തളിച്ചിടാം. ഇട്ടില്ലെങ്കിലും അടിപൊളി കോവയ്ക്ക ചമ്മന്തിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.